നമ്മളിന്ന് പൊങ്കലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുണ്ട് 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് വറുത്തെടുക്കട്ടെ. ആദ്യം വറുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ചുമന്ന് പോരുത്. ചെറുതായിട്ട് നിറം മാറുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യണം. അതുകൊണ്ട് ഈ പരുവത്തിനാണ് നമ്മൾ ചെറുപയർ പരിപ്പ് വറുത്ത് എടുത്തിരിക്കുന്നത്. ഇത് കൂടുതലാകാൻ പാടില്ല കേട്ടോ, ഇത് കറക്റ്റാണ്. അടുത്ത് നമ്മൾ 1 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. പച്ചരിയും 1 ഗ്ലാസ് ചെറുപയർ പരിപ്പ് അത് വറുത്ത് വെച്ചു. ഇത് പച്ചരി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്കിത് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് വരാം. പയറും പച്ചരിയും ഇങ്ങനെ വറുത്ത പയറും പച്ചരിയും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മൾ കഴുകുന്നത്. നമ്മൾ അരി ഇതേണ്ട കഴുകി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് വെള്ളം ഒഴിച്ച് രണ്ടും കൂടെ ഒന്നിച്ചാണ് വേവിക്കുന്നത്. അപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ അളന്ന ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ അടിക്കണം. 2 വിസിൽ ഫുള്ള് അടിക്കണം. അതിന് ശേഷം നമ്മളത് സിമ്മിലിട്ട് ഒരു 15 മിനിറ്റ് സിമ്മിലിടണം. അതിന് ശേഷം നമ്മൾ ഓഫ് ചെയ്യും. നമ്മൾ പൊങ്കലിന് ആവശ്യത്തിനുള്ള ഇതുണ്ട് കശുവണ്ടിപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ചെറു ജീരകവും കൂടെ നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുള്ളൂ. പൊടിഞ്ഞു പോകാൻ പാടില്ല. ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഒന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് കൊത്തി അരിഞ്ഞത്. അരിയും പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു, നമ്മൾ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കശുവണ്ടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുമന്ന് വന്നാൽ മതി, ഒത്തിരി കരിഞ്ഞു പോകാതെ. കശുവണ്ടി കുറച്ച് മെറൂൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം ഒരു പാത്രത്തിലോട്ട്. ആ കശുവണ്ടി വറുത്ത് കോരിയ നെയ്യിലോട്ട് നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, കൊത്തി അരിഞ്ഞത്. ഇത് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് ചതച്ച് വെച്ച കുരുമുളകും ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ കൊള്ളില്ല. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി, ഒത്തിരി മൂക്കണ്ട, അത്രയും മതി. ഒരു 2 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഇനിയിപ്പം 1 സ്പൂൺ ചെറിയ സ്പൂണിന് 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ആ വഴറ്റിയ സാധനം നമുക്ക് അത് ഈ ചോറിലോട്ട് ഇട്ട് കൊടുക്കാം. കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിന് കറിയായിട്ട് സാമ്പാറും, ഇപ്പം സാമ്പാറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ചട്നിയും കൂട്ടാം, സാമ്പാറും കൂട്ടാം. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.